നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് പത്രക്കാരനായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പാസ്റ്റാണ് നിങ്ങളുടെ ഞാൻ കാണുന്നത്. ഒരു പത്രക്കാരനോട് ചോദ്യം ചോദിക്കുമ്പോഴും എനിക്ക് കൗതുകമാണ്. കാരണം ഞാൻ പണ്ട് ചെയ്ത ചോദ്യങ്ങളാണ് ഓറാക്കി എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ദിസ് യൂണിയൻ ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗിവിംഗ് മീ ഗുഡ് പ്ലഷർ. മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കണ്ടുമുട്ടുകയാണെന്ന് കരുതുക. നമ്പർ 2, ഇതിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ വന്നിട്ട് 50 വർഷത്തിലേറെയായി. ചിലർ പറഞ്ഞില്ല, 1978 ഉത്തരാട് രാത്രി, അപ്പോൾ 50 കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞവരോട് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞു. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 1974 കാമിനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വേഷമായിരുന്നു. അന്ന് അതിൻ്റെ സംവിധായകൻ ബാബു നന്ദമോട് കൊല്ലത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ചെറിയൊരു വേഷം, ഒരു ക്യാമറ സീനിൽ ആ നർത്തകിയുടെ ഹാവഭാവങ്ങൾക്കൊപ്പം നമ്മൾ ഇൻവോൾവായിട്ട് കാണിക്കുന്നത് മെലിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ കാണിക്കുന്ന വെപ്രാളം കണ്ടപ്പോൾ ഡയറക്ടർക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നെ കോമാളിയായിട്ടാണ് കണ്ടത്. യു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പ്രേരിപ്പിച്ചു. കിട്ടിയ അവസരം വെച്ച് ഞാൻ നല്ല അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. പോരാ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ വേറൊന്നും ചെയ്യേണ്ട, ചെറിയ വേഷമാണെങ്കിലും എൻ്റെ പേര് ഇന്നതാണ്, കൈത്തിക്കാട്ട് കുട്ടപ്പെടാണ്. നിങ്ങൾ വിശ്വസിക്കുകയില്ല, അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു. എൻ്റെ ഇരിപ്പ് പേര് കൊടുത്തു. പല ആൾക്കാരുടെ പേര് കൊടുക്കുന്ന കൂട്ടത്തിൽ കാലേന്ദ്ര പേരാണ്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ പേര് സ്ക്രീനിൽ കണ്ടത് 1974. അങ്ങനെ നോക്കുമ്പോൾ 50 വർഷത്തിലേറെയായി. അപ്പോൾ ആ 50 വർഷം തികയുന്നൊരു സന്ദർഭം വന്നപ്പോൾ എനിക്ക് തോന്നി വന്നു, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ട് നിങ്ങളെന്താണ് എന്നെ അസസ് ചെയ്തത് അതൊന്ന് കേൾക്കാം. എനിക്ക് പറയാനുള്ള പരാധീനതയോ പരാതിയോ കുറച്ച് പറയാം. മനസ്സിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് പരിശുദ്ധമാക്കാം എന്ന മട്ടിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ ഐ ആം അറ്റ് യുവർ സർവീസ്. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ് അണ്ടർ ദ സൺ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ എന്താ പറയണ്ടേ സംഗമം ആരംഭിക്കാം. എൻ്റെ സമീപത്തിരിക്കുന്നത് ഒരു പ്രദീപാണ്. ഈ എൻ്റെ 50 വർഷം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാനായിട്ട് തുടങ്ങി വെച്ച 34 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച റോസസ് ദ ഫാമിലി ക്ലബ് എന്നൊരു കൂട്ടായ്മയാണ്, ഒരു കുടുംബ കൂട്ടായ്മയാണത്. അതിൻ്റെ 34ാം വർഷമാണ്, വാർഷികമാണെന്ന് വൈകുന്നേരം ടാഗോർ തീർത്തുള്ളൂ. അതോടൊപ്പം എൻ്റെ 50 വർഷം ചെയ്യുകയാണ്. നിങ്ങൾ ഒത്തിരിക്കുന്നത് അപകടം പിടിച്ചൊരു ഭാഗത്താണ്. കാരണം ഞാനത് തുടങ്ങിയാൽ ഇപ്പോഴൊന്നും നിർത്തുകയില്ല. ഞാൻ നസീർ സാറിനെ ആദ്യം കാണുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക, ഇടവ മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത അവിടെ വരുന്നു, പ്രേംനസീർ വർക്കല ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. കേട്ടത് എനിക്ക് കാണണം ആഗ്രഹമായി. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ നേരെ പോയി. അവിടെ ചെല്ലുമ്പോൾ വിവാഹം സ്വർഗത്തിൽ നിന്നാണ് ചിത്രത്തിൻ്റെ പേര്. നസീർ സാറും ഷീലാമ്മയാണ് അതിലെ ആർട്ടിസ്റ്റ്. ഞാൻ ഈ ക്രൗഡിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രേംനസീറിനെ ഞാൻ ലൈഫായിട്ട് കാണുന്നത്. ഞാൻ അന്തം വിട്ട് നോക്കി എന്നപ്പോൾ സാറിനെ കൈകൊണ്ട് കാണിച്ചു. ആ ക്രൗഡിൽ എന്നെ വിളിച്ച് ഞാൻ അവിടെ കാത്തു നിൽക്കുന്ന പോലെ ഇവിടെയെല്ലാം ഇട്ടേച്ച് ഓടി എടുത്തേക്ക് ചെന്ന് ഞാനിങ്ങനെ ആവേശത്തിൽ നസീർ സാർ നോക്കിയിട്ട് സാർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ പടത്തിൻ്റെ സംവിധായകൻ ആരാന്ന് ചോദിച്ചു. അത് നസീർ സാർ പ്രതീക്ഷിച്ചില്ല. ചിരിച്ചു. ചിരിച്ചിട്ട് അസേ എന്ന് പറഞ്ഞ അകത്തേക്ക് നോക്കിയപ്പോൾ അകത്തുനിന്ന് നല്ല പൊക്കോ തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തൊപ്പിയൊക്കെ വെച്ചിറങ്ങി. അദ്ദേഹം ആ പടത്തിൻ്റെ ഡയറക്ടറാണ്, JD തോട്ടം. ഇതാ നിങ്ങൾക്കൊരു വലിയ ഫാൻ വന്നിരിക്കുന്നത്, ഇത് നമ്മളെ ഒന്നും കാണണ്ട, നിങ്ങളെ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിൽ തൊപ്പിയെടുത്ത് എൻ്റെ തലയിൽ വെച്ച് അവിടെ നിന്നാണ് എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം താങ്കൾ പറഞ്ഞ പോലെ നസീർ സാറുടെ 2 പടങ്ങൾ ചെയ്യാൻ പിന്നീട് ഞാൻ പത്രക്കാരനാണ് അദ്ദേഹത്തെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് ശേഷം ആദ്യം അദ്ദേഹത്തിൻ്റെ മകനെ പടത്തിലിട്ട് ആദ്യം മകനെയാണ് ഞാൻ ഹീറോ ആക്കിയത്. അത് കഴിഞ്ഞിട്ട് കാര്യം നിസ്സാരം വന്നു. അത് കഴിഞ്ഞിട്ട് പ്രശ്നം കൂടുതലും വന്നു. എന്നോട് ഇഫ് യു വാണ്ട് മീ ടു മേക്ക് എ ബ്രീഫ് കമൻറ്റ് അബൌട്ട് പ്രേം നസീർ എന്ന് വെച്ചാൽ തറവ് പക്ക ജെന്റിൽമാൻ എന്ന് പറയുന്ന സാധനം വേറെ ഒന്നും പറയുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ
നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മൂത്രമൊഴിക്കാനൊക്കെ പോകണ്ടേ, അവിടുത്തെ ഭിത്തി ഒരുപാട് അശ്ലീലം എഴുതി വയ്ക്കുന്ന കാണാം. നമ്മളങ്ങനെ വായിച്ചും കളയുന്നില്ല. അതിനൊക്കെ റീതിങ്കിങ്ങും ആലോചനയും ഒന്നും കൊടുക്കാൻ പാടില്ല. പാർട്ട് ഓഫ് ദ ഗെയിം. അങ്ങനെയുള്ള സംശയം ഞാൻ ആ ലൈംഗിക രോഗിയാണെന്ന് സംശയമുണ്ടോ? എന്നെ കണ്ടിട്ട് തോന്നുന്നു ഞാൻ ലൈംഗിക രോഗിയാണ്. ഒന്ന്, എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? താങ്കൾ എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമകളിൽ ലൈംഗിക രോഗമുണ്ടോ? ഇതിൽ അത് തന്നെയാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ളവരെ പറയട്ടെ. നമുക്ക് ആരും ബാധ്യതയില്ല. അത് അങ്ങനല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കറപ്ഷൻ ഇസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അത് കറപ്ഷനെ ഒഴിവാക്കണമെന്ന് പറയാമെന്നല്ലാതെ ബൈ സേയിങ് ദാറ്റ് അഗൈൻ യു ആർ ആഡിങ് ടു കറപ്ഷൻ. ഇങ്ങനൊരു കറപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കറപ്ഷനെ പറ്റി നമുക്ക് വ്യാഖ്യാനം കൊടുക്കുകയാണ്. കറപ്ഷനൊക്കെ ഒരു സോഷ്യൽ ഈവിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറപ്ഷൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മളല്ലാതെ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ബിക്കോസ് വി ആർ ഡൂയിങ് ഇറ്റ്. കലിക എന്ന് പറയുന്നത് മിസ്റ്റർ മോഹനചന്ദ്രൻ എഴുതിയ ഒരു വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ്. അതാണ് ഞാൻ സിനിമയാക്കിയത്, സിനിമ രൂപത്തിൽ വന്നത്. അത് നിർമ്മിച്ചത് നമ്മുടെ കൊല്ലം ബേസായിട്ടുള്ള രാധാസ്, മനസ്സിലായില്ലേ, കൃഷ്ണസ്വാമിയുടെ നാനാ ഗ്രൂപ്പാണ് അത് നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ വേളയിൽ ചെറിയ ആശയവ്യത്യാസമൊക്കെ വന്ന് മാനസികമായ അകൽച്ച അവർക്ക് എന്നോടൊപ്പം ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതികാരം തീർക്കാനായിട്ട് പടം റിലീസായപ്പോൾ എൻ്റെ പേര് വെച്ചില്ല. പക്ഷെ പെട്ടെന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. അതാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് സംവിധായകൻ്റെ പേരില്ലാതെ ഒരു സിനിമ ലോകത്ത് ആദ്യമായിട്ട് പുറത്തിറങ്ങിയത് കലികയാണ്. എന്നിട്ടും ആ പടത്തിൻ്റെ സംവിധായകനെ പറ്റിയിട്ട് ഇത്രയും വർഷം കഴിയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നില്ലേ? അതിലാണ് എൻ്റെ വിജയം. റോസസ് ക്ലബിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്, ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ വീട് നന്നായാൽ നാട് നന്നാവണം, നാട് നന്നായി വീട് നന്നാവും. അപ്പോൾ അതിനുള്ള നന്മ ഉദ്ദേശിച്ചാണ് അവിടെ എല്ലാ പ്രവൃത്തികളും. എനിക്ക് കുടുംബ മേന്മ നോക്കിയുള്ള കഥകൾ എഴുതാനാണ് താല്പര്യം. കുടുംബമാണ് ബേസിക് യൂണിറ്റ് സമൂഹത്തിൻ്റെ. അങ്ങനെയുള്ള 10 കുടുംബം ചെയ്യുന്ന സമൂഹമാവും, 10 സമൂഹം ചെയ്യുന്ന രാഷ്ട്രമാവും. ഇനി ഞാൻ നയം വ്യക്തമെന്നുള്ളത് പറഞ്ഞതാണ് മമ്മൂട്ടി പറയുന്നത്. നമ്മുടെ കുടുംബം നന്നായെങ്കിൽ മാത്രമേ നാട് നന്നാവൂ. അതുകൊണ്ട് ആശയങ്ങൾക്ക് മൊണോപ്പൊളിയില്ല. ഞാൻ എന്താണ് ഭാവ്യമായ എന്ന് പറയുന്ന ഒരു സിനിമയിൽ സത്യൻ മാഷൻ ഷീല അഭിനയിച്ചാണ്, ഷീലാമൻ. വളരെ ടച്ചിങ് ആയ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ എത്ര പേര് ആ സിനിമ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിലൊരു പർട്ടിക്കുലർ സമയത്ത് രണ്ടുപേരും പിരിയാനായിട്ട് വരും രജിസ്റ്ററുടെ മുമ്പിൽ. നമ്മുടെ ആഗ്രഹം പിരിയരുതെന്നാണ്, പക്ഷെ അവർക്ക് പിരിയേണ്ടി വരും. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷമമുണ്ട്. ആ വിഷമത്തിൻ്റെ ബഹിസ്ഫുരണമാണ് പിന്നീട് ഏപ്രിൽ 18 ആ ഒരു രംഗം വന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയാസിന് മൊണോപ്പൊളി പറയാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ മറ്റൊരു സ്ഥാനം ചെയ്യും. ഇന്ന് പറഞ്ഞ കുടുംബ പ്രമേയങ്ങൾ അതിനാർക്കും മൊണോപ്പൊളി പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞ് ഓരോ കഥയിലും മാറി മാറി അതിൻ്റേതായ രീതിയിൽ വ്യത്യസ്തത വരികയും ചെയ്യും. നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത് വീട് നന്നായാൽ നാട് നന്നാവും എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഞാൻ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ എൻ്റെ സിനിമയിൽ കാണിച്ചിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. അതിന് പ്രേരണ വന്നാൽ ഞാൻ ഒഴിവാക്കും. സിനിമയുടെ കാര്യത്തിൽ മധുരിക്കുന്ന അനുഭവങ്ങളെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എല്ലാം നെല്ലിക്കയാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന പറഞ്ഞ പോലെ എല്ലാ അനുഭവങ്ങൾക്കും ഒരു കയ്പുനീരാണ്. അതുകൊണ്ട് മധുരിക്കുന്ന എന്നൊരു സംഗതി സിനിമയിൽ അങ്ങനെ ഇപ്പോൾ നമുക്കൊരു നാഷണൽ അവാർഡ് കിട്ടി അല്ലെങ്കിൽ അത് മധുരിക്കുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പരാതികളുണ്ട്, എൻ്റേതായിട്ടുള്ള പരിഭവങ്ങളുണ്ട്. എന്നെ ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് വന്നതാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേട്ട ആടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഗെയിമാണ്. ദാറ്റ് ഈസ് യു കനോട്ട് അവോയ്ഡ്.
സിനിമയിലെ ഷോ ബിസിനസ്സില്ലേ, അതിൽ ഈ ടൈപ്പുള്ള പ്രവണതകളൊക്കെ എപ്പോഴും കാണും. അങ്ങനെ ഒരു അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കാണും. ഞാൻ സക്സസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പടം 50 ദിവസം, അടുത്ത പടം 75 ദിവസം, അടുത്ത പടം 100 ദിവസം, ഈ ട്രെൻഡിൽ പടം എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. എടുത്തിട്ടുണ്ട്, ട്രാക്ക് റെക്കോർഡായി പറയുന്നത്. ചില സിനിമകൾ എടുക്കുമ്പോൾ ഉദ്ദേശം പോലെ പോകണമെന്നില്ല, എല്ലാ സിനിമയും പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതെങ്ങനെ പരാജയപ്പെടുന്നു നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി ഓർത്ത് ഞാൻ പരിഗണിക്കാറൊന്നുമില്ല. അത് എൻ്റെ ആ സിനിമ ഓടാത്തത് അതിനൊരു കാരണം കാണും. ഓടുന്ന സിനിമയ്ക്കും ഓടാത്ത സിനിമയ്ക്കും കാരണമുണ്ട്. ആ കാരണം കണ്ടുപിടിച്ച് നമ്മൾ മറക്കുമായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ബ്രൂഡ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളായിട്ട് കൊണ്ടുവന്നു എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നുണ്ടാണ്. എൻ്റെ പടത്തിൽ അങ്ങനെ ഒരു റോളുണ്ടാകാൻ, ആ റോള് ആ കുട്ടിക്ക് ചെയ്യാൻ ഒരു യോഗം ഉള്ളതുകൊണ്ട് ചെയ്തു. അതുകൊണ്ട് ആ കുട്ടി ക്ലിക്കായി, ആ കുട്ടി നായികയായിരുന്നു എന്നല്ലാതെ ഞാനാണ് അവരെ ആക്കിയതെന്നുള്ള അവകാശമൊന്നും എനിക്കില്ല. ഞാനല്ലെങ്കിൽ വേറെ ആൾ അവരെ ആക്കിയത് ഓട്ടോമാറ്റിക്സ്. പക്ഷേ എനിക്ക് അവർക്ക് അവസരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ. അവരെല്ലാം വെല്ലാഫാണ്. അവരിഷ്ടംപോലെ പടങ്ങൾ ചെയ്തു, അവർ വിവാഹം കഴിച്ചു, അവർ വൃത്തിയുള്ള കുടുംബജീവിതം ഇപ്പോഴും നയിക്കുന്നുണ്ട്. അതിലും എനിക്ക് സന്തോഷം. ഞാൻ ഹാപ്പി. എല്ലാവരും പറയുന്നൊരു കാര്യമാണിത്, ഈ പേരുകളുടെ പേരിടാൻ എടുക്കാനാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് സോ ഹാപ്പൻസ്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. ഞാൻ നയം വ്യക്തമാക്കുന്ന ഒരു സിനിമ എടുത്തു, മമ്മൂട്ടിയായിരുന്നു എനിക്ക്. അപ്പോൾ അത് രാഷ്ട്രീയക്കാരുടെ കഥയായതുകൊണ്ട് ഇത് രാഷ്ട്രീയ രംഗത്തെ കുറേ ഫ്രണ്ട്സുണ്ട്. അതിൽ ചിലരുടെ ഹാസനുണ്ടായിരുന്നു, കാർത്തികേയനുണ്ടായിരുന്നു, പിന്നീട് PM ബഷീർ നാടകയിലുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ്. അങ്ങനെയുള്ള 4-5 സുഹൃത്തുക്കൾ വെച്ചിരുത്തിട്ട് ഞാൻ രാഷ്ട്രീയക്കാരൻ്റെ കുടുംബജീവിതം ഡിസ്കസ് ചെയ്യാനായിട്ട് കൂടി. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ, അദ്ദേഹമുണ്ട്. അദ്ദേഹം MLA ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഇന്ന് ഒരു സുഹൃത്ത് സദസ്സാണ്. കഥ പറഞ്ഞ് ഹോട്ടൽ ഗീതിൽ വെച്ചിട്ടാണ്. കുറച്ച് സമയം പോയി 1 മണിയോ 2 മണിയോ കഥയിലെ ആ ക്ലൈമാക്സും കാര്യം പറഞ്ഞ് വൈകുമായിരുന്നു. 2-2:30 മണി ആയപ്പോൾ പതുക്കെ ശശീന്ദ്രൻ അക്ഷമേന ഇല്ല, ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ എവിടെ പോയി നിൽക്കുന്നത്? മണി എത്രയെന്നറിയാം നമുക്ക്? ഞാൻ പറഞ്ഞു ഓർത്തില്ല, ഈ മണി 3 ആറായി, നമുക്കെല്ലാം കഴിക്കണ്ടേ, നിങ്ങൾ നയമൊന്ന് വ്യക്തമാക്കണം. അവിടുന്ന് എടുത്തതാണ് നയം വ്യക്തമാക്കുന്നത്. നിങ്ങളെ ടൈറ്റിൽ ഞാനിട്ടില്ല. അപ്പോൾ ഒരു ടൈറ്റിൽ ഇട്ടില്ല. ഇനി അടുത്ത ലോകം നിർത്തിയില്ല. എന്നെ ഒന്ന് കണ്ടിട്ടൊരു പ്രൊഡ്യൂസർ ഞാൻ മരിച്ചു ഒരു എന്നെ കൊണ്ട് പടം ചെയ്യിക്കണം. പുള്ളിക്ക് ആരോ പറഞ്ഞു ഞാൻ ചെയ്താൽ ജയിക്കുന്നു. പുള്ളി അന്നത്തെ കാലത്ത് എനിക്ക് അഡ്വാൻസ് തന്നിച്ച് പുള്ളി അങ്ങ് പോയി. ഞാൻ പടം ചെയ്യാമെന്ന് പറഞ്ഞു, കാശ് വാങ്ങിച്ചു വെച്ചു, പടം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ ഞാൻ പ്രശ്നം കൊല്ലുന്ന സിനിമയുടെ റീറിക്കാളിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ രവീന്ദ്രനുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ തൃശ്ശൂർക്കാരനൊക്കെ വരുന്നു. 6 മാസം കഴിഞ്ഞു കാശ് തന്നിട്ട്. സാറേ ഞാനൊന്ന് സാറിന് കാശ് തന്നിട്ട് പോയതാണ്, എൻ്റെ സിനിമയുടെ കാര്യം എന്തായി? ഞാൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ചിലപ്പോൾ സവകാശം തരണം. അത് എത്ര സവകാശം എന്ന് വെച്ചിട്ട് ഞാൻ ഒരു 3 ആഴ്ചയിലും കിട്ടിയാൽ നമുക്ക് ചെയ്യാം. എന്നാൽ ചെയ്യാം, 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ സാറപ്പോൾ എൻ്റെ ഒരു കഥയൊക്കെ റെഡി ഞാൻ പിന്നെ എന്താ രവീന്ദ്രൻ ഇരിക്കുകയാണ്. എനിക്ക് ചോദിച്ചു ഈ 3 ആഴ്ച പുള്ളി കഥയാവുമെന്ന് ചോദിച്ചു. ഈ 3 ആഴ്ച കഴിയിട്ട് എപ്പോഴും എന്തൊരു മാർഗം ഉണ്ടാവും. സൂക്ഷം 3 ആഴ്ച പുള്ളിയോട് കയറി സാറേ എൻ്റെ കഥയുടെ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ പറഞ്ഞ കഥ എനിക്കൊരു ഉത്തരം തരണം. എന്താണ് നിങ്ങൾ ഈ പടം എപ്പോഴാണ് റിലീസ്? ഞാൻ എൻ്റെ ഈ വരുന്ന ഏപ്രിൽ വിഷു ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന പടം റിലീസ് ചെയ്യും, ഉറപ്പാണ്. അത് അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നാൽ മതി. അത് എനിക്ക് സാർ കഥയൊന്നും സാർ പടത്തിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് വീട് തൃശ്ശൂർ പോകണം, അവിടെ പോയി ഭാര്യ ചോദിക്കും, ഉത്തരം പറഞ്ഞു. ഞാൻ പറയാമെന്ന് വൈകുന്നേരം പുള്ളി വന്നു തിരിച്ച്. ഞാൻ പറഞ്ഞു വിഷുവിന് റിലീസ് ചെയ്യണം, ഉറപ്പാണെന്നുണ്ട്.
സമ്മതമാണെങ്കിൽ ഞാൻ പടത്തിൻ്റെ പേര് പറയാൻ പോകാം. ഏപ്രിൽ 15. ഏപ്രിൽ 15. ഓക്കെ സാർ. പുള്ളി പോയി. അപ്പോൾ ഞങ്ങൾ അപ്പം എന്ത് ഏതെന്ന് ചോദിച്ചു, എന്ത് പറയുന്നത് ഏപ്രിൽ 15. അപ്പോൾ ഏപ്രിൽ മാസം ഇവിടെ റിലീസാകുന്നത്. അപ്പോൾ ഏപ്രിൽ സംഭവം കിട്ടിയത് പിന്നെ 18 എൻ്റെ ലക്കി നമ്പർ 9 പുള്ളി 7 മണിയാൽ എന്നെ വിളിച്ചു. സാറേ അത് ഷൂട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കണേ, സാറേ ഈ പടത്തിൻ്റെ ഡേറ്റ് റിലീസ് ഡേറ്റ് അല്ല പേരാണ് അവിടെ ചോദിച്ചത്. ഞാൻ പറഞ്ഞ പടത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ജോലി ഏപ്രിൽ 18 എന്ന ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കഥ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാക്കിയ കഥയാണ് ഏപ്രിൽ 18. സമാന്തരങ്ങൾ എന്ന സിനിമ ഞാൻ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ സ്വാഭാവികമായിട്ട് ഞാനാണ്. എന്നുവെച്ചാൽ എൻ്റെ ഭാര്യയായിരുന്നു പ്രൊഡ്യൂസർ. ഞങ്ങൾ ആ ചിത്രം ചിത്രാഞ്ജലിയിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് ചിത്രാഞ്ജലി അതിന് പുറത്തായിട്ട് ജഗതി ശ്രീകുമാറും മുകേഷും അഭിനയിക്കുന്ന ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അകത്തിരുന്ന സിനിമ കാണുന്നുള്ള കാര്യം ജഗതിക്കറിയാം. ജഗതി എൻ്റെ സമകാലം വെച്ചാൽ 2 വയസ്സ് മൂത്തതാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ ജഗതി 6 വയസ്സുണ്ട്. അന്ന് പോലെ അറിയാം. എടാ പോടാ വിളിക്കുന്നുണ്ടോ. സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജഗതി ചോദിച്ചാൽ ഇതിൻ്റെ പുതിയ പടം കണ്ടോണ്ടിരിക്കുന്നില്ലേ, അതിനൊരു സ്റ്റേറ്റ് അവാർഡിൻ്റെ മണമുണ്ടല്ലോ അല്ലേ. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം, ഇപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ചോദിച്ചു, എന്താണ് അതൊരു സെൻട്രൽ ഗവൺമെൻറ് അവാർഡാണ് പുള്ളിക്കുകയാണ് എന്ന് ചോദിച്ചതോടെ അവർ ചിരിക്കുകയും ചെയ്ത് വിട്ടു. അങ്ങനെ കാറിനകത്ത് കയറി ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പടം. ഭാര്യ കെയർഫുള്ളാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ കുഴപ്പമുണ്ടോന്നല്ലേ ചോദിച്ചു, പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പടം കൊള്ളാമെന്ന് തോന്നുന്നു. ജഗതി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ജഗതി എന്ത് തോന്നുന്നു? ജഗതി പറഞ്ഞില്ല വല്ല സ്റ്റേറ്റോടെല്ലാം കിട്ടിയേക്കുന്നത്. ഒരു കാരണമല്ല ഞാൻ വണ്ടി ചവിട്ടിങ്ങ് നിർത്തി. സ്റ്റേറ്റാ പടം, സെൻട്രൽ ഗവൺമെൻറ് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കും. വണ്ടി നിർത്തി. അവൾ വരണ്ടു പോയി. ഇതിന് 3 നാഷണൽ അവാർഡ് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു വീർന്ന് പറഞ്ഞാൽ 3 നാഷണൽ അവാർഡ് ഇതിന് കിട്ടുമെന്ന് പറഞ്ഞു. അവളൊന്നും വേണ്ടിയില്ല, വണ്ടി വിട്ടു പോയി. നമ്മുടെ അവാർഡ് അനൗൺസ്മെൻറ്റ് വരും. എന്നെ ആദ്യം വിളിക്കുന്നത് മുകേഷ് പലതരം നിങ്ങളെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ ആ ചിത്രാഞ്ജലി വെച്ച് പറഞ്ഞതല്ലേ ഈ ചിത്രത്തിന് അവാർഡ് കിട്ടുമെന്ന്. ഇപ്പോൾ കിട്ടിയല്ലോ. എനിക്ക് കിട്ടി. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ ഫാമിലി വെൽഫെയർ, ബെസ്റ്റ് ആക്ടർ ഞാൻ ഷെയറിങ് വിത്ത് സുരേഷ് ഗോപി. അങ്ങനെയായിരുന്നില്ല. ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ഭയങ്കരമായ സന്തോഷവാനായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണ് കാരണം എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാനായിട്ട് പോകണം. അങ്ങനെ 1997 ഞാൻ അവാർഡ് വാങ്ങി ഡൽഹിയിൽ പോയപ്പോൾ അന്ന് സരോജദേവി ആയിരുന്നില്ല ചെയർപേഴ്സൺ. അപ്പോൾ ഞാൻ അദിദാസിൻ്റെ ഒരു ടീഷർട്ട് കുപ്പിയൊക്കെ വെച്ചപ്പോൾ 1997 ആയിട്ട് പുറത്തു. അപ്പോൾ എനിക്കെതിരെ സരോജദേവി ഒരു ടീം നടന്നു വരിക. ജൂറി മെമ്പേഴ്സ് ആ കൂട്ടത്തിൽ ശങ്കർ മോഹനുണ്ട്. ഈസ് ഡയറക്ടർ ടു ഫെസ്റ്റിവൽസ്. പിന്നെ ശങ്കർ മോഹൻ കണ്ടിട്ട് കൈ വന്നിട്ട് പരിചയപ്പെടുത്തി ആൾക്ക് സരോജദേവിക്ക്. മാഡം, ദിസ് ഇസ് ബാലചന്ദ്രൻ, ദ മാൻ ഹു പ്ലേഡ് ദ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് റോൾ ഇൻ ദ ഫിലിം. പറഞ്ഞ് ഈ സരോജദേവി ലിറ്ററലി എന്നെ അങ്ങ് ഹഗ് ചെയ്തു. ഷീ കനോട്ട് ബിലീവ് ദാറ്റ് ഓൾഡ് മാൻ ഇൻ ദ ഫിലിം. ഐ കനോട്ട് ബിലീവ് ഇറ്റ്, യു സോ യങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചത് നോക്കിയിരുന്നു. അപ്പോൾ ഇത് എന്നെ ഇവരിങ്ങനെ ശ്ലാഘിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിലുള്ളൊരു ഒരാൾ അതിട്ട് എന്നെ ഇങ്ങനെ പിയേഴ്സിങ് ലുക്ക് നോക്കും. എനിക്ക് ആ ലുക്ക് ഇത്തിരി ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി. ഇവർ നടന്ന് മൂവി കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചു. ഹലോ സർ,
my name is this. His name is Kandevara. I am from Bombay and I was a jury member. പിന്നെ പുള്ളി പറഞ്ഞത് എൻ്റെ മനസ്സിലൊരു ഭാരം, എനിക്ക് ഒന്ന് ഇറക്കി വെക്കണം, നിങ്ങൾ സഹായിക്കുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. വേറെ ഇഷ്ടം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഷോ ഹോട്ടൽ റൂം നമ്പർ തന്നു, എൻ്റെ റൂം നമ്പർ ഞാൻ പറഞ്ഞു. ഞാൻ കൊണ്ടു നടക്കുകയാണ് ഈ ഭാരം, എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ താങ്കളെ അങ്ങോട്ട് വിളിക്കാം. തിരിഞ്ഞു അവിടുത്തെ ബഹളത്തിലൊക്കെ ഞാൻ വിട്ടുപോയി. അപ്പോൾ അവാർഡ് കഴിഞ്ഞിട്ടെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ ഇവർ കാണിക്കുന്ന ഒരു വൃത്തികേട്, താമസിക്കുന്ന മുമ്പിൽ ചായ കുടിച്ചതിൻ്റെ കാശ് അങ്ങോട്ട് പോകണം, റൂം വാടക മാത്രമേ സർക്കാർ കൊടുത്തുള്ളൂ. അപ്പോൾ ആ ബില്ല് പേ ചെയ്യാനായിട്ട് ഞാൻ ഭാര്യ താഴെ നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഇയാളെ ലിഫ്റ്റ് എന്നറിയും ബാലേന്ദ്രൻ എന്നെ വിളിച്ചില്ല. ഞാൻ പറഞ്ഞ് വിട്ടുപോയതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് കഥ പറയാം. ഇതാണ് ഹീ ടോൾഡ് മി എ സ്റ്റോറി. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അവാർഡ് നിശ്ചയം പൂർത്തിയായപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഐ വാസ് ദ ബെസ്റ്റ് ആക്ടർ. ദാറ്റ് മീൻസ് ഐ ആം ആളല്ലോ ഒറ്റയ്ക്കാണ് ഞാൻ. And my film was the best feature film in India. And I was the best director. ഈ 3 അവാർഡും ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ് തീരുമാനം ആകേണ്ട സമയം വന്നപ്പോൾ അതിനകത്ത് ഒരു തിരുമറി നടക്കുകയും ആ തിരുമറിയിൽ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെ നന്നായി തിരുമറിച്ചിട്ടാണ് ഈ രീതിയിൽ മാറിപ്പോയത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഒരു ഇതിഹാസമായി മാറിയതെന്ന് അദ്ദേഹം അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഒന്ന് കാണാം. അതുകൊണ്ട് ആ ബിറ്റ് ഒന്ന് വി കൻ സീ വാട്ട് ഹി സേസ്. ഞാൻ പറഞ്ഞൊരു കാര്യമില്ല. After seeing the films, then the final decision was to take place. We decided that a film directed by Mr. Balachandra Menon was to be given the award. And that film was so good, performance was so good, that we all had come to this conclusion that the same gentleman should be given the Best Actor award, and the film was Best Feature Film award. So now this is very unusual feature. The 3 awards are given to one film. So when we set for the final discussion, everybody was almost came to this conclusion that 3 awards should be given to Mr. Menon. But then suddenly one gentleman, one of the jury members, and then 1 or 2 more persons joined him. They were from, one of them was from Malayalam industry. I was shocked. Even when the award is given to one particular language, and the best awards, 3 awards, why is it given this objective? അറിയില്ല അതിനെപ്പറ്റി. അത് എൻ്റെ ഒരു മേഖലയെ പറ്റില്ല. അങ്ങനെ പറഞ്ഞ കാര്യം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു മാത്രമേ. പഴയത് 1997-ലാണിത്. 1997-ലാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അന്നത്തെ കാലത്തെ കാര്യമാണ്. എത്ര വർഷമായി? അതെ, സത്യമായിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ശേഖരത്തിൽ ഇതുണ്ട്. തീർച്ചയായിട്ടും അറ്റിറ്റാണ്. നമ്മൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പറയാനൊക്കത്തില്ല. സിനിമ സംഭവിക്കുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല. അല്ലേ? എത്ര നമ്മൾ വിചാരിച്ചാലും സംഭവിക്കണം. സംഭവിക്കുമ്പോഴേ സിനിമ ആയെന്ന് പറയാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത് ലീഡർ കരുണാകരനാണ്. അദ്ദേഹം എന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രസരിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഏപ്രിൽ 18 സമയത്താണ് ഓർക്കുന്നത്, 1984. അന്ന് അദ്ദേഹം ഒരു ബാച്ച് സാംസ്കാരിക ആൾക്കാരെ കൊണ്ടുവന്നു. എനിക്കൊന്ന് സാവിത്രി ലക്ഷ്മണോ അത് ഒരു ബാച്ച് വന്നത് ഇലക്ഷൻ. ആ കൂട്ടത്തിലായിരുന്നു എന്നെയും കൂടെ അദ്ദേഹം കാസ്റ്റ് ചെയ്തത്. ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ വേറെ ഞാൻ പിന്മാറിയ കാരണം മനസ്സമാധാനം വേണമെന്ന് എഴുതിയത്. കാരണം എനിക്കത് കോളിങ് സ്പീഡ് നമ്മൾ എന്താ പറയണ്ടേ, 10 പേരിൽ 6 പേര് പറഞ്ഞാൽ
വന്നാലും അച്ഛൻ്റെ പേര് മാറ്റേണ്ട ബാധ്യത വരുന്ന ഒരു ജനാധിപത്യമുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരും. അതിലും ഭേദം വേണ്ടാന്ന് വെച്ചു. എന്നെ സംബന്ധിച്ച് കഥാ സംഭാഷണം സംവിധാനം ചെയ്യുന്നത് ഫുൾ വെയിറ്റ് ഇട്ടാലേ ബാലൻസ് ചെയ്തിരിക്കാൻ പോകുള്ളൂ. അത് ഒരെണ്ണമെടുത്ത് മാറ്റി ഞാൻ താഴെ വീണ് പോകും. അതുകൊണ്ടാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഈ വാശിയുടെ ഇടമൊന്നുമല്ല, എന്നെ ബാലൻസ് ചെയ്യുന്നതാണ്. അതിൽ അഭിനയിച്ചാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, ഇഷ്ടപ്പെടാത്തതുണ്ടാവും. താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യും. അത് സംശയിക്കുകയുണ്ടാക്കരുത്. അതായത് ഇന്ന് എന്നെ പേരെന്ന് പറയാം, നമ്മുടെ മദ്രാസിൽ നിന്ന് ജെന്റിൽമാൻ കുഞ്ഞുമോൻ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, പുള്ളിയെ വിളിച്ചൊരു 5 മിനിറ്റ് അതായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിച്ച പോലെ ഒരാൾ ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്യും. സംശയിക്കാനില്ല. ഒരു പടം ഓടുന്നതിനും ഓടാതിരിക്കുന്നതിനും കാരണം അത് കണ്ടുപിടിക്കണം. അത് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ചിലർ റോങ്ങായ ജഡ്ജ്മെൻറ്റിലേക്ക് പോകും. അത് ഞാൻ പാടില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മളെ ജനം ഇഷ്ടപ്പെടുന്നു. അത് സ്വാഭാവികമായ പ്രക്രിയ. ചില ആൾക്കാരോട് ഒരു കാരണമില്ലാതെ നീരസമുണ്ട്. ഒരു കാര്യം കാണത്തില്ല, അയാളെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് സിനിമ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പണ്ട് നസീർ സാറിൻ്റെയൊക്കെ ഇമേജ് ഉണ്ടായ സമയത്ത് നസീർ സാർ ഹീറോ ആയിട്ട് വന്നിട്ട് പുള്ളിക്കൊരു ട്രാജഡി സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവും. എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സിനിമയിൽ ഹീറോയുടെ കൈ കാലം ഒടിഞ്ഞാൽ ആർക്കും വിഷമമൊന്നുമില്ല. ഒരു കാര്യം ഒടിഞ്ഞുള്ളൂ, മറ്റൊരാൾ അടിക്കാൻ പറയും. കാരണം ആൾക്കാർക്ക് ആ വൈബിങ് ഇല്ല. അത് സിനിമയുടെ വലിയൊരു വാല്യൂ. മറ്റാതെ നമുക്ക് അവരെ തൊണ്ടയിടക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നത് അവനല്ലേ കൈ വിളിച്ചു, ഞാൻ കാത് പിടിക്കും, ആ മട്ട് എടുക്കുമല്ലോ. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.